ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ളോഗ്. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് നോമ്പൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കലാപരിപാടിയാണല്ലോ അല്ലേ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ലഞ്ച് ഉണ്ടാക്കുക ഒക്കെ പിന്നെ അതിലേക്ക് ഇങ്ങനെ വരുമ്പോൾ കുറച്ച് ദിവസം നമ്മൾ ചെയ്യാതിരുന്നതുകൊണ്ട് ഒരു ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായി. പിന്നെ നമ്മൾ വിരുന്നൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. പിന്നെ നമ്മളെ വീട്ടിലേക്ക് എൻ്റെ ഏട്ടത്തി മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുകയാണ്. ഇന്ന് നെയ്പ്പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നെയ്പ്പത്തിരിയൊക്കെ ചുട്ടെടുക്കുകയാണ്. അപ്പോഴേക്കും കുട്ടികളൊക്കെ ഓരോരുത്തരായിട്ട് വന്ന് ചൂടോടെ തന്നെ നെയ്പ്പത്തിരിയും കറിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവർ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ല രസമാണല്ലോ, കുട്ടികളും എല്ലാവരും കൂടി നമ്മളിങ്ങനെ ഒന്നിച്ച് നിൽക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. കുറച്ച് ദിവസം നമ്മൾ അവരുടെ വീട്ടിലും പോയി നിന്ന് വെക്കേഷനൊക്കെ ആകുമ്പോഴാണല്ലോ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക. പിന്നെ നമ്മളിന്ന് സദ്യ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ അവൾ സദ്യയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഓരോ പണികളെടുക്കുക, അങ്ങനെയാണ് കേട്ടോ. ആരും വെറുതെ ഇരിക്കൂല, അങ്ങനെയാണ്. അപ്പോൾ ഞാനിതാ ചോറിന് അരിയൊക്കെ ഇടുന്നുണ്ട്. അവൾ പിന്നെ കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കുന്നുണ്ട്. പിന്നെ ഇത്താത്തൻ്റെ മോളും നീനും കൂടി ക്ലീനിങ് പരിപാടികളൊക്കെ അവർ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനും ഇത്താത്തയും കിച്ചണിലാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ സദ്യ എന്ന് പറയുമ്പോൾ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചിപ്പുളി, പയറുപ്പേരി, പിന്നെ അവിയൽ, കൂട്ടുകറി, പിന്നെ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. പിന്നെ കുറച്ച് സേമിയ പായസവും ഉണ്ടാക്കിയിട്ടുണ്ട്, സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ സദ്യ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഇങ്ങനെ റെഡിയായി. പിന്നെ നമ്മൾ കുളിക്കുക മാറ്റുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പായസമൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സേമിയ പായസം. പിന്നെ പപ്പടം റെഡിയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ പ്ലേറ്റിൽ തന്നെയാണ് കഴിക്കുന്നത്. എനിക്ക് സദ്യ കഴിക്കുകയാണെങ്കിൽ വാഴയിലയിലൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ താത്തയും അങ്ങനെ വാഴൻ്റെ ഇലയിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാഴയില എടുക്കാൻ പോയതാണ്. അപ്പോൾ നമ്മളെ മുറ്റത്ത് തന്നെ ഇഷ്ടംപോലെ വാഴയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇലകളൊക്കെ ഇലക്കൊന്നും ഒരു ക്ഷാമവുമില്ല. ഇലയൊക്കെ വെട്ടി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാം ഒന്ന് ഇങ്ങനെ വിളമ്പി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഓർഡറിലൊന്നും വിളമ്പാൻ അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ വിളമ്പുക കഴിക്കുക, അത്രേ ഉള്ളൂ. സദ്യയെ പറ്റിയുള്ള കൂടുതൽ അറിവൊന്നുമില്ല. പിന്നെ പായസമൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് ഇലയിലിട്ടിട്ട് ഇങ്ങനെ പപ്പടമൊക്കെ ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പപ്പടമാക്കുന്നത് വലിയ ഇഷ്ടമല്ല, പഴവും കൂട്ടിയാണ് കേട്ടോ ഞാൻ പായസം കഴിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഓരോ ഐറ്റംസും. അപ്പോൾ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയാലും സാധാരണ ഞാൻ സാമ്പാർ ഒരു അവിയലൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ എനിക്ക് പ്ലേറ്റിൽ കഴിക്കുന്നതിലും ഇങ്ങനെ വാഴയിലയിൽ കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വെറുതെ ഒന്ന് ചുരത്തിൽ പോയതാണ് കേട്ടോ. നമ്മൾ വയനാട് ചുരം എന്ന് നമ്മൾ പറയും, താഴെയുള്ള ആൾക്കാർ പറയും താമരശ്ശേരി ചുരം. ഇത് സത്യം പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ പെട്ടതാണ് കേട്ടോ. അത് അവർ തന്നെയാണ്. നമ്മൾ തർക്കിക്കും വയനാട് ചുരം, പക്ഷെ അല്ല. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ പോയി വന്നതിന് ശേഷം കുറച്ച് കടികളൊക്കെ വാങ്ങി വന്നിരുന്നു. ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ജ്യൂസാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.